വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. 11 ഇല്ല, ഉറപ്പല്ലേ ചേട്ടാ? കപ്പിൾസ് പെരുന്നാൾ ഒരുക്കത്തിലുള്ള റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ സിജോ ലിനു മാരേജ് ആൻഡ് റിസപ്ഷൻ എല്ലാം ഓവറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് പുതിയ ഡേ ആണ്, January 5th. അപ്പം നമ്മളിപ്പോൾ മായാലി വില്ലേജ് ബീച്ച് റിസോർട്ടിൽ സ്റ്റേ ചെയ്തു ഇന്നലെ രാത്രി. എല്ലാവരും പോയി, ഞാനും സായും, പിന്നെ സായിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്, അഭിലാഷുണ്ട്. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ നമുക്ക് രാവിലെ ഓർഡർ ചെയ്യണം. ഇന്നലെ രാത്രി ഗബ്രി ജാസ്മിൻ ഒരു 3-3:30 എപ്പോഴാണ് പോയത്. നമ്മൾ കിടക്കുന്നുണ്ട്, അപ്പോൾ തന്നെ കുറേ ലേറ്റ് ആയി, അപ്പോൾ എണീക്കാനും വഴുകി. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന ഇതാണ് മായാലി വില്ലേജ് റിസോർട്ട്. ഇവിടെയായിരുന്നു കല്യാണം നടന്നുകൊണ്ടിരുന്നത്. ഇന്നലെ റിസപ്ഷനും ബീച്ച് സൈഡിൽ ഇവിടെയായിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇതാണ് മുകളിലത്തെ വ്യൂ. ഇവിടെ 2 നിലയേ ഉള്ളൂ, മീൻസ് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെയാണ്, അവിടെയായിരുന്നു സിജോൻ്റെ മാരേജ് നടന്നത്. ആ സ്റ്റേജ് അപ്പുറത്തുണ്ടെന്നൊക്കെ പൊളിച്ചു, അടിപൊളിയായിരുന്നു. ഇവിടെയായിരുന്നു ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നത്. നല്ല 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 ആംബിയൻസുള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ ബീച്ച് സൈഡാണ്. മുകളിലാണ് നിന്നിരുന്നത്, താഴെ ഫുള്ള് മറ്റേ വെള്ളവും ഡ്രസ്സ് കഴിഞ്ഞ റൂമായതുകൊണ്ട് വൃത്തികേടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മുകളിലത്തെ റൂമിലേക്ക് മാറി. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് മായാലി വില്ലേജ് റിസോർട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഈ നേരെ സിജോൻ്റെ വീട്ടിൽ ഉച്ചയ്ക്ക് ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പെരുന്നാൾ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇപ്പോൾ ശാന്തസുന്ദരമായ സ്ഥലമായി കിടക്കുകയാണ്, ആരുമില്ല, നമ്മൾ 2 പേരും മാത്രമേ ഉള്ളൂ. പിന്നെ സായിയുടെ ഫ്രണ്ട്സ്, അത് സിജോൻ്റെ ഫ്രണ്ട്സ്, താഴെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് അബി. അമ്മേ, ഇവിടെ കുറച്ച് പാർക്കൊക്കെ ഉണ്ട്. നല്ല വൈബാണ്, നല്ല സൗണ്ട് വരും അവിടുന്ന്, ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് നല്ല സൗണ്ട് വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ സിജോന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാണ്. എന്നിട്ട് സിജോൻ്റെ വീട്ടിൽ പോവാണ്. സിജോന്റെ വീട്ടിൽ നിന്ന് പരിപാടി ഉണ്ട്. ആ പരിപാടി പോയി അറ്റൻഡ് ചെയ്യണം. ഇന്നത്തെ മെയിൻ പണി. അത് കഴിഞ്ഞ പെരുന്നാൾ അറ്റൻഡ് ചെയ്യണം. ഒന്ന് പോകണമെന്ന് വിചാരിക്കുന്നു. പെരുന്നാൾ കൂടിയിട്ട് നേരെ കൊച്ചിയല്ല, മലപ്പുറം പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഇവിടുന്ന് ഇപ്പൊ പോയാൽ വൈകുന്നേരം 6 മണി 5 മണിയാണ് മലപ്പുറം കാണിക്കുന്നത്. ഇപ്പൊ രാവിലെ പോയിരുന്നെങ്കിൽ 12 മണി കിട്ടപ്പോ നമ്മള് 3 മണിക്കൊക്കെ പോയി. എനിക്കൊന്ന് 8 മണിക്കൂറുണ്ട് തോന്നുന്നുണ്ട് ഏകദേശം മലപ്പുറത്തേക്ക്. 8 മണിക്കൂറൊക്കെ ആയി വരുമ്പോഴത്തേക്ക് കുറെ സമയം. റിസോർട്ട് മായാലി വില്ലേജ് ബീച്ച് റിസോർട്ട്. ഇവിടെയായിരുന്നു നമ്മൾ ഭക്ഷണം കഴിച്ച സ്ഥലം. അവിടെയായിരുന്നു സ്റ്റേ. ഫസ്റ്റ് ഫ്ലോറിൽ ഇത് ബീച്ച് സൈഡ്. ഇവിടെയായിരുന്നു പരിപാടി. ഇപ്പം എല്ലാം ശാന്തസുന്ദരമായ സ്ഥലമായി പോയി. ഇപ്പോൾ രാവിലെ തന്നെ ലീനു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് നല്ല വേഷത്തിൽ, പാവം കൊച്ച്. ഇത് ലിനു ആണ്. കടയിൽ 10 രൂപേൻ്റെ പുതിയ നോട്ട് വേണമെന്ന് പറഞ്ഞു, മാല കോർക്കാനാന്ന് പറഞ്ഞു പെരുന്നാളിന്. നമ്മൾ സിജോൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ലിനു 11 മണിക്ക് എണീച്ചിട്ട് പല്ല് തേച്ചോ? യെസ്, നല്ല കുട്ടിയായിട്ടുണ്ട്, നല്ല ഉത്തമ മരുമകളായിട്ടുണ്ട് വീട്ടിൽ. അയ്യോ, നിങ്ങൾ ഡെയിലി വ്ളോഗ് തുടങ്ങാന്ന് ഒരു അപശ്രുതി കേട്ടു, അപവാദം കേട്ടു. ശരിയാ, ഞാൻ കണ്ടു. ഞാൻ ഇപ്പൊ വരുമ്പോ കാണായിരുന്നു. ഇരിക്കോ? നമ്മുടെ മരുവോള് ആദ്യമായിട്ട് ഇവിടുത്തെ മരുമകൾ വൈഫ്, പുതിയ വൈഫ് ഇപ്പോൾ കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി കോഫിയാണ്. സൂപ്പർ ഉണ്ട് കേട്ടോ. ഇപ്പൊ എഴുന്നേറ്റിട്ടുള്ളൂ, കുറച്ചേരായിട്ടുള്ളൂ. 12 നമ്മുടെ സിജോ ലിനുവിന്റെ വീട്ടിലെ ആദ്യ വിരുന്ന് ഞങ്ങൾക്കാണ് അല്ലേ? ഇതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ജാസ്മിന്റെ ഉപ്പ കൊടുത്തയച്ച അച്ചാറാണത്. ഇതാ, നല്ല ടേസ്റ്റ് ഉണ്ട്, ഞാൻ കഴിച്ചൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ അച്ചാറിന് ഒരു പകുതി ഇപ്പൊ നമുക്ക് റൈസ്, ചിക്കൻ ഒരു കഷ്ണം മതി. മതി.
ചിക്കൻ, ബീഫ് റിബ്, ബീഫ് റിബ് പുറത്തു വാങ്ങിയാണ്. നമ്മള് സിജോ ലിനുവിന് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് കാണുന്നത്. എന്താ പറ്റിയെന്ന് അറിയില്ല. ഒരാഴ്ച ഇന്നോ 2 ദിവസം ഉണ്ടാവും എന്തായാലും. അത് കഴിഞ്ഞ് എങ്ങനെയാവും നോക്കാൻ. സിജോന്റെ അമ്മമ്മയാണ് സിജോ ലിനുവിന് ഫുഡ് വിളമ്പി കൊടുക്കുന്നത്. എന്താണ് പറയാനുള്ളത്? ആവശ്യമുള്ള വൈൻ എത്തിയിരിക്കുകയാണ്. അതെ, എനിക്ക് വൈൻ എത്തിയിട്ടുണ്ട്. അതെ, ഞങ്ങളപ്പോ ഈ വൈൻ കുടിക്കുമ്പോ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായി ഇരിക്കുക. അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഉച്ചക്കൊരു ചടങ്ങിലേക്ക് കഴിക്കുവാണ്, കടക്കുകയാണ്. അതായത് സ്നേഹയും സായും ആലപ്പുഴ വന്ന സമയം പോലും തന്നെ സ്നേഹയുടെ സായി വന്നു, പക്ഷെ ചോദിച്ച സ്നേഹമാണ്. അത് വൈന് മാത്രം കേട്ടോ. ഏറ്റവും ആദ്യം ഞങ്ങൾ സായും കൊടുത്തു. അങ്ങനെ സ്നേഹം വൈൻ ഇഷ്ടപ്പെട്ടു. വിത്തൗട്ട് ആൽക്കഹോൾ, അത് എടുത്ത് പറയണം. അതെ അതെ, ലിനുവാണ് ഫസ്റ്റ് വന്നത് വീട്ടിലുണ്ടാക്കി. നിങ്ങളെ ബാച്ചലർ പാർട്ടിക്ക് കുടിച്ച വൈനില്ലേ? ആൽക്കഹോൾ ഇല്ലേ? ഇല്ല ഇല്ല ഇല്ല, അതാണ് ഇവരുണ്ടാക്കിയത്, ചേട്ടനുണ്ടാക്കിയതാണ്. ആ ആൽക്കഹോൾ ഇല്ലാത്ത വൈനാണ് ഇത്. ഇതിനകത്ത് ഇപ്പൊ ആൽക്കഹോൾ ഇല്ല. ആൽക്കഹോൾ ഉണ്ടെങ്കിൽ എന്താ? ഏറ്റവും വലിയ ആൾക്കാർ സർക്കാരാണ്. സർക്കാർ വരെ അങ്ങനെ ഇത് ആൽക്കഹോൾ ഇല്ലാത്ത, അല്ല ആൽക്കഹോൾ ഇല്ല, പ്യുവർ ഉറപ്പല്ലേ ചേട്ടാ? മുന്തിരിയും പഞ്ചസാരയും ഗോതമ്പ് മാത്രമുള്ള വൈനാണ്. അപ്പോൾ സ്നേഹം പറഞ്ഞിരിക്കുന്നത് ഈ വൈൻ ഒറ്റ വലിക്ക് സ്നേഹം കുടിക്കുമെന്നാണ് ഞങ്ങളിത് ചലഞ്ചായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പ്രേക്ഷകരെ കാണിക്കാം. ഇന്നലെ സ്നേഹ ആദ്യം ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂളിൽ ചാടി നീന്തുമായിരുന്നു. അത് സക്സസ് ആക്കിയിട്ടുണ്ടായിരുന്നു രാത്രി. പക്ഷെ എന്റെ വീഡിയോ നമുക്ക് ഇടാൻ പറ്റിയില്ല. എന്തായാലും വൈൻ ഇടാൻ പറ്റില്ല. ഒറ്റ വലിക്ക് വൈൻ കുടിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. കുടിച്ചോ? നേരെ കുടിച്ചോ? ഒറ്റ വലിക്ക്. കമോൺ 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 കമോൺ. പോട്ടെ, മാക്സിമം കയറട്ടെ അങ്ങോട്ട്, പോട്ടെ. അങ്ങനെ സായിയുടെ വൈഫ് ഒരു കുടിയത്തിയായിട്ട് മദ്യപാനായിട്ട് മാറിയിരിക്കുകയാണ്. അതായത് ഒരു 6 മാസം കൊണ്ട് സ്നേഹം ആരാവെന്ന് അറിയാവാ? നമ്മുടെ 2 കൺട്രി സിനിമയില്ലേ, അതിനകത്തെ മന്ദയോ അടിച്ച് കിണ്ടിയായിട്ട്. ബാക്കി ഒഴിക്കും, ഉത്തരം ഒഴിക്കാം. ഇനിയിപ്പോ കുറച്ചുണ്ട്, ഒന്ന് റിലാക്സ് ആവണ്ടേ? ഒന്ന് റിലാക്സ് ആവട്ടെ കുടിച്ചിട്ട്. നീ ജ്യൂസ് കുടിക്കുന്നതല്ലേ? ഒന്നുമില്ല, ആൽക്കഹോൾ ഇല്ല ഇതിനകത്ത്. ഇതും ഫെർമെന്റഡ് ആയിട്ടുള്ള സാധനമല്ലേ? ആണ്. എന്റെ ഭാര്യയായിട്ടുള്ള ലിനുവിനാണ് ഇതൊക്കെ ആ കിടത്തത്തിലല്ലോ. ലിനുവിന് ഇതൊക്കെ എന്ത്? അല്ല, ലിനുവിന് ഇതൊക്കെ എന്ത്? യമുനേച്ചിന്റെ വീട്ടിൽ നിന്ന് 6 കൊല്ലം പഴക്കമുള്ള ഒരു വൈന് സിജോന് കിട്ടിയിട്ടുണ്ട് ഗിഫ്റ്റായിട്ട്. അതാണ് ഇവിടെ കാര്യമായിട്ട് ഇത് പൊട്ടിക്കുന്നത്. ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? അത് പഴയതേ ഉണ്ടാവും. 6 വർഷം പഴക്കമുള്ള ആ വൈനാണ്. അങ്ങനെ കണ്ടോ? ഒരുമാതിരി പെട്ടെന്ന് കേൾക്കാറില്ല. 6 കൊല്ലത്തെ ഇല്ലേ? അതോ 6 വർഷം പഴക്കമുള്ള ആൽക്കഹോൾ ഇല്ല. ആൽക്കഹോൾ ഇല്ല. മറ്റേ മദ്യ ഷോപ്പിൽ നിന്ന്. പക്ഷെ ആൽക്കഹോൾ ഇല്ലാത്ത വൈനാ. 13 വോളിയം ആൽക്കഹോൾ ഇല്ലെന്ന്. ഞാൻ കുടിക്കില്ല. ആൽക്കഹോൾ ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഇവരൊക്കെ കുടിച്ച് അടിച്ചു പോട്ടല്ലേ? ഞാൻ കുടിക്കില്ല. അപ്പൊ നമ്മള് പുറത്ത് പോവാണ്. അപ്പോൾ നമ്മള് സിജോന്റെ വീട്ടിൽ നിന്ന്, സിജോന്റെ മാത്രല്ല ഇപ്പൊ വീട്, സിജോന്റെ ലിനുവിന്റെ വീടായിരിക്കും കേട്ടോ. ഈ സിജോന്റെ വീടെന്ന് പറയാൻ പറ്റില്ല. സിജോന്റെ ലിനുവിന്റെ വീട്ടിൽ ചോദിക്കാൻ ആളുണ്ട്. എങ്കിൽ ലിനു കട്ടക്കലിപ്പിലായിരുന്നു.
അപ്പോൾ ഞങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടി പുറത്ത് പോവാണ്. ഇതാണ് ബാക്കിലെല്ലാം സിജോൻ്റെ വീട്. ഇതും സിജോൻ്റെ ഇവരെ വീടാണ്, പക്ഷേ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാം പുറത്ത് പോവാണ് വെള്ളം കുടിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഇപ്പോൾ സമയം ഏകദേശം 5 മണിയായി, 5:30. എന്താ കുട്ടികളുടെ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ആദ്യം പോയി തന്നെ കുടിക്കുന്നത്. ഇതാ കണ്ടോ, ഫുള്ള് കുടിച്ചു കഴിഞ്ഞു ഇവര്. ഇപ്പൊ നമ്മൾ ശശികളായി. അല്ല, ഇത് ആർക്ക് വാങ്ങിക്കൊണ്ടാണ് വന്നത്? ആർക്ക് വാങ്ങിക്കൊണ്ടാണ് വന്നത്? സൈക്ക്. നമ്മളൊക്കെ എന്താ പിന്നെ എങ്ങനെയുണ്ട്? വേറെ ടേസ്റ്റ് അല്ലേ? ആദ്യമായിട്ടല്ല നമ്മള് കഴിക്കുന്നത് പൊട്ടുവെള്ളരി ജ്യൂസ് കേട്ടോ. നമ്മള് ഇവിടെ പള്ളി പെരുന്നാളിനുള്ള കുറച്ച് അലങ്കാരങ്ങളാണ് ഈ റോഡില്. നല്ല ഓരോ സ്ഥലത്തും കുറച്ച് ഒരു സ്ഥലത്ത് ഒരു രൂപമൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ലൈറ്റിംഗ് ഒക്കെ വെച്ചിട്ട് അടിപൊളിയാണെന്നാണ് ലീനു പറഞ്ഞത്. അല്ല ലീനു? അപ്പൊ ലീനുവിന്റെ സിജുവിന്റെയും കല്യാണം കഴിഞ്ഞാൽ ആദ്യത്തെ പെരുന്നാളാണ്. അപ്പൊ ഇവർ രണ്ടുപേരും അടിച്ചു പൊളിക്കാൻ പോവാണ്. ഇതാ ഇവിടെ ഒരു രൂപം. അപ്പൊ ഇവിടെ പള്ളി പെരുന്നാളുണ്ട്. ഇതവിടെ ഒരു രൂപം വെച്ചിട്ടുണ്ട്. നമ്മള് പള്ളി പെരുന്നാൾ ആഘോഷിച്ച പോലും ഇനി ലീനു സാരി ഉടുക്കാൻ പോകുന്നു. ഞാൻ സാരി ഉടുക്കുന്ന വീഡിയോ എടുത്തത്. വീടിന്റെ മുന്നിൽ നിന്നുള്ള സീനാണ് പെരുന്നാൾ സീൻസ്. ലീനു ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. പെരുന്നാളിന് ഇരുട്ടാണ്. സിജോടെ ഒരുങ്ങുന്നു. നമ്മള് ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. ലീനുവിന്റെയും സിജോന്റെയും ആദ്യം പെരുന്നാളാണ്, പള്ളി പെരുന്നാൾ. കല്യാണ പെണ്ണും ചെക്കനും ആദ്യ പള്ളി പെരുന്നാള് കൂടാൻ പോവാണ്. കൂടെയോ? തിരിച്ചു വന്നോ? നമ്മുടെ കപ്പിൾസ് പെരുന്നാൾ ഒരുക്കത്തിലുള്ള റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പെരുന്നാളിന് വരുന്ന ഇതാണ് നമ്മുടെ രൂപം ഇവിടെ വെച്ചിട്ടുള്ള, വീടിൻ്റെ മുന്നിൽ വെച്ച രൂപം. എല്ലാ വീടിൻ്റെയും ഏകദേശം കുറച്ച് അടുത്തടുത്ത വീടുകളിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങോട്ട് വരുന്നുണ്ട്. സിജോന്റെ അവിടുത്തെ സിജോന്റെ അവിടുത്തെ പള്ളിയിലെ പൂങ്കാവ് പള്ളിയിലെ പെരുന്നാളാണെന്ന്. താലപ്പള്ളി അത് വേണ്ട. ഗ്രീക്ക് ഭാഷ ഉപയോഗിച്ചു. പ്രൊസ്കിനിയോവ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് 171 പ്രാവശ്യം. അതായത് പൂർണ്ണ മനസ്സോടെ പൂർണ്ണ വിശ്വാസത്തോടെ തമ്പുരാന്റെ മുന്നിൽ
അപ്പോൾ നമ്മളെ പള്ളിപ്പെരുപാടിയൊക്കെ കഴിഞ്ഞു, പള്ളിപ്പെരുന്നാളൊക്കെ കഴിഞ്ഞു, എല്ലാവരും തിരിച്ച് വീട്ടിലെത്തി. നമ്മൾ തീരുമാനിച്ചിട്ടില്ല എപ്പോഴാണ് ഇനി എങ്ങോട്ടാണ് പോകുന്നുള്ളത്. ചിലപ്പോൾ ഇന്ന് രാത്രി കൊച്ചി പോവും, അല്ലെങ്കിൽ ഇവിടെ ആലപ്പുഴ എവിടെയെങ്കിലും നിന്നിട്ട് രാവിലെ പോകുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ച, ഇനി ഒരു തിങ്കളാഴ്ചയും കൂടി ഉണ്ട്. ഇവിടെ ആദ്യമായിട്ടല്ലേ? ഞങ്ങളിവിടെ 3ാമത്തെ വട്ടാണ്. ഇത് വല്ലതും അറിയണ്ടോ? അല്ല, റിസപ്ഷൻ്റെ അന്ന് മധുരവെപ്പിന് അന്നൊക്കെ ഞങ്ങൾ ഇവിടെ ഒന്ന് കഴിച്ചു. അടിപൊളി വിട്ടാട്ടോ. ഇനി എന്നും സ്ഥിരം ആക്കണ്ടേ ഇടയ്ക്ക് രാത്രി വെക്കുമ്പോ. നമ്മൾ ഇന്നലെ വന്ന അതേ സ്ഥലത്താണ്. ഫുള്ള്